ചേട്ടാ ഒരു കോഴി ഓക്കെ. ഒരു എന്തോരം? 2-2.5 കിലോ ഓക്കെ. ചിക്കനെ കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട് കേട്ടാ. ചെറിയ പീസാക്കി ചിക്കനെ കുക്കറിലാക്കി പട്ട, ഗ്രാമ്പ്, ഏലക്കായ, പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ കളഞ്ഞ് അവനൊന്ന് വേവിക്കാണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. വേവിച്ച ചിക്കനിലേക്ക് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാളയും കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാലിൽ വേവിച്ച് ഒന്നാമത്തെ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി വെച്ചത് നമ്മുടെ സ്റ്റൂവിനെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്. ഓവർ മസാലകളൊന്നും ഇല്ലാത്തൊരു ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്യണത് മൗണ്ട് ഫേബിൾസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഗരം മസാലയാണ്. ഇത് അവരുടെ ഗരം മസാല കിറ്റാണ്. ഇതിൽ 12 ഹോൾ സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ. ഗരം മസാല സെപ്പറേറ്റ് ഒക്കെ പോയി മേടിച്ചിട്ട് നമ്മൾ പൊടിച്ചൊക്കെ എടുക്കുമല്ലോ. ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഉത്തരമാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഈ ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് അളവിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് അവർ പറയണ പോലെ തന്നെ ഒന്ന് ചൂടാക്കുക, പൊടിക്കുക, യൂസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും മെൻഷൻ ചെയ്തേക്കാട്ടാ. വൈഡ് 10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 രൂപ തുടങ്ങി 1000 വരെയുള്ള പർച്ചേസിന് 10% ഓഫ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഇനി നമ്മുടെ ഗരം മസാല വേഗം പൊടിച്ചിട്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ഇട്ട് നമ്മുടെ സ്റ്റൂവിൻ്റെ പരിപാടികളൊക്കെ വേഗം തീർക്കാം. നല്ല അടിപൊളിയായിട്ട് മസാല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റൂവിലേക്ക് ഗരം മസാല ഇട്ടു. പിന്നെ ഇതിലേക്ക് ഞാൻ നെയ്യ് വെച്ചിട്ട് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തിടാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റൂ റെഡി. അപ്പോൾ നമുക്ക് ചായ ഇല്ലാണ്ട് എന്ത് ആഘോഷമല്ലേ. അപ്പോൾ നമ്മുടെ ചായക്കുള്ള പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 ടീ പൗഡർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാനത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ചായയാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ ചായയും ബ്രെഡും സ്റ്റൂവും കഴിക്കാൻ പോവാണ് കേട്ടോ. ബ്രെഡ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ബൈ ബൈ.